നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഒരു മാർക്കൻ ഡൈവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സാരി ഒരു റെഡിൻ്റെയും യെല്ലോയുടെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു ബ്രൈറ്റും അല്ല എന്നാൽ ഡീപ്പും അല്ലാത്ത ഒരു റെഡ് ഷെയ്ഡാണ് ഈ ഒരു സാരിയുടെ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സെരിയിലുള്ള ചെയിൻ പാറ്റേൺസ് ഇടവിട്ട് പോകുന്ന രീതിയിൽ ലൈൻസും ചെയിൻസും വരുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോഡിയിലുള്ള സെരി വീവിങ് വന്നിട്ടുള്ളത്. ഗോൾഡൻ സെരി വീവിങ് ആണ്. അതുപോലെ തന്നെ ബോർഡേഴ്സ് നമുക്ക് വന്നിരിക്കുന്നത് ഗ്യാപ്പ് ബോർഡർ സ്റ്റൈലിലാണ്. 4 ലൈൻസ് ഗോൾഡൻ സെരിയിൽ വന്നിട്ട് വീണ്ടും ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും 4 ലൈൻസ് വരുന്ന പോലുള്ള ഗോൾഡൻ സെരി വീവിങ് ആണ് സാരിയുടെ 2 സൈഡിലും ബോർഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് പല്ലു വരുന്നത് നല്ല ഒരു ഹൽദി യെല്ലോ ഷെയ്ഡിൽ ഫുള്ളായിട്ട് ഗോൾഡൻ സെരിയിലുള്ള മൾട്ടിപ്പിൾ പാറ്റേൺസിന്റെ വീവിങ് വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത്. യെല്ലോ ആയത് കാരണം ആ ഒരു ഗോൾഡ് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണുന്നില്ല, ബിക്കോസ് യെല്ലോയും ഗോൾഡ് അടുത്തടുത്ത് വരുന്ന കളേഴ്സ് ആണല്ലോ. ആൻഡ് അതേ സെയിം ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത്. ബ്ലൗസും പ്ലെയിൻ യെല്ലോ വന്നിട്ട് സാരിയുടെ സെയിം ആ ഒരു ബോർഡേഴ്സ് വരുന്ന പോലെയാണ് ബ്ലൗസ് വരുന്നത്. സോ നമ്മൾ ഇട്ട് വരുമ്പോൾ ഈ ഒരു കളർ കോംബോ ആയിരിക്കും വരുന്നത്. നോർമലി നമ്മൾ കാണുന്നതിൻ്റെ ഒരു റിവേഴ്സ് കോംബോ ആയിരിക്കും. യെല്ലോവിൻ്റെ കൂടെ ബ്ലൗസ് റെഡ് വരുന്ന രീതിയിലാണ്, ബട്ട് ഇത് റിവേഴ്സിലാണ്. പ്രൈസ് വരുന്നത് 8500 rupees. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ അടുത്ത സാരി കണ്ടു നോക്കാം. വീണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോംബോ ആണ്. ഒരു പേസ്റ്റൽ കോംബോയിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് 1 സൈഡ് ബോർഡർ വരുന്ന സ്റ്റൈലിലുള്ള സാരിയാണ്, അല്ലെങ്കിൽ നമുക്ക് ടേണിംഗ് ബോർഡർ പാറ്റേൺ എന്ന് പറയും. അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ്. ആൻഡ് ഇതിൻ്റെ ബോഡി കളർ വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡിലാണ്. ഒരു പൗഡർ പിങ്ക് എന്നൊക്കെ പറയാവുന്ന പിങ്ക് ഷെയ്ഡിലാണ് സാരിയുടെ ബോഡി കളർ വന്നിരിക്കുന്നത്. താഴത്തെ ബോർഡർ പാർട്ടിൽ നമുക്ക് ഓഫ് ക്രീം കളറിലുള്ള ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഗോൾഡൻ സെരി വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട്. ഒരു മയിലിന്റെ പോലത്തെ പാറ്റേൺ സ്ക്വയർ ടൈപ്പിൽ വരുന്നുണ്ട്. അതിൽ ഇടവിട്ട് ലൈൻസും വരുന്ന പോലെയാണ് സാരിയുടെ ബോഡിയിലുള്ള ഗോൾഡൻ സെരി വീവിംഗ് വന്നിട്ടുള്ളത്. ആൻഡ് മുകളിൽ നമുക്ക് ബോർഡർലെസ് ആയിട്ടാണ് ഈ ഒരു സാരി വരുന്നത്. സോ നമ്മൾ ഓപ്പൺ പ്ലീറ്റ് ആയിട്ട് ഇടുന്നെങ്കിൽ ബോർഡർലെസ് ആയിട്ട് മുകളിൽ വരും. അല്ല, പ്ലീറ്റ് എടുത്താണെങ്കിൽ ലാസ്റ്റ് പ്ലീറ്റിൽ ഈ ഒരു വൈറ്റ് വരുന്ന പോലെ ആയിരിക്കും നമ്മൾ സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ആൻഡ് ആ ഒരു ബോർഡേഴ്സിലും നമ്മൾ ആ ഒരു ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാറ്റേൺസും ഇടവിട്ട് പോരുന്ന പോലെയാണ് താഴത്തെ ബോർഡറും നമുക്ക് വന്നിട്ടുള്ളത്. കളർ കോംബോ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആൻഡ് ഓഫ് ക്രീമിൽ തന്നെ ഗോൾഡൻ സെരിയിലുള്ള നല്ല ഹെവി വീവിംഗ് ആണ് ഈ ഒരു സാരിയുടെ പല്ലുവിൽ വന്നിരിക്കുന്നത്. അതും ഒരു ചെക്ക് പാറ്റേൺസിലാണ്. ഗോൾഡൻ സെരി ചെക്സ് ഇടവിട്ട് മാംഗോ പാറ്റേണും അതുപോലെ തന്നെ മയിലിൻ്റെ പാറ്റേണും വരുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ആൻഡ് പ്ലെയിൻ വൈറ്റ് കളറിൽ ഓഫ് ക്രീം കളറിലുള്ള ബ്ലൗസ് പീസാണ് ഈ ഒരു സാരിയുടെ കൂടെ വന്നിരിക്കുന്നത്. നമുക്ക് ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കാനും പറ്റിയ ഒരു ചോയ്സ് ആണ്. പ്രൈസ് വരുന്നത് 8500 rupees. ഇന്നത്തെ കളക്ഷൻ്റെ നെക്സ്റ്റ് സാരി വീണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഡീപ്പ് ആയിട്ടുള്ള പേർപ്പിൾ ഷെയ്ഡിലാണ് ഇന്നത്തെ നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ ആദ്യം കണ്ട 2 സാരീസിൽ നിന്നും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള സാരിയാണിത്. ആൻഡ് ഈ ഒരു സാരിയുടെ ബോഡിയിൽ നമുക്ക് ഒരു പാറ്റേൺ വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ സെരിയിലുള്ള ഒരു മോട്ടിഫാണ് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. സിൽവർ സെരിയിലുള്ള മോട്ടിഫാണ് വന്നിരിക്കുന്നത്. അതിൽ ഇടവിട്ട് ചെറിയ ഹൈലൈറ്റ് പോലെ നമുക്ക് ഒരു റോസ് ഗോൾഡ് കളറിലുള്ള ചെറിയ വീവിങ്ങും വരുന്ന പോലെയാണ് ആ ഒരു മോട്ടിഫ്സ് ബോഡിയിൽ ഫുള്ള് ബൂട്ടാസ് വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ കോംബോ കാണാൻ. ആൻഡ് ബാക്കിയുള്ളതിൽ നിന്നും കുറച്ചുകൂടി ഒരു ഹെവിയർ സൈഡിലാണ് ഈ ഒരു സാരിയുടെ ബോർഡേഴ്സ് ആണെങ്കിലും വന്നിരിക്കുന്നത്. ബോർഡേഴ്സിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കുഞ്ഞു ലൈൻസ് വന്നിട്ട് ഉള്ളിൽ കുഞ്ഞു പാറ്റേൺസ് മിക്സ് ചെയ്ത് അടുപ്പിച്ച് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത്. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്തിട്ടുള്ള ബോർഡേഴ്സാണ് ഈ ഒരു സാരിക്ക് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റും. ബോർഡേഴ്സ് പോലെ തന്നെയാണ് പല്ലുവും. നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. പല്ലുവിൽ നമുക്ക് ആ ഒരു ബോഡിയിൽ പോയിരിക്കുന്ന പാറ്റേൺ അടുപ്പിച്ച് വരുന്ന രീതിയിൽ. ഇത് പക്ഷേ ആ ഒരു റോസ് ഗോൾഡ് വരുന്നില്ല, ആ സെയിം പാറ്റേൺ ആണ് പല്ലുവിൽ അടുപ്പിച്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോർഡേഴ്സ് പോലെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും വരുന്ന രീതിയിലാണ് ബോർഡേഴ്സിൻ്റെ പാറ്റേൺ യൂസ് ചെയ്യുന്ന രീതിയിലാണ് പല്ലു വന്നിരിക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. ആൻഡ് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. റണ്ണിങ് ആണ്. പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് ബ്ലൗസിൽ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഷെയ്ഡ് ആയത് കാരണം കോൺട്രാസ്റ്റ് ബ്ലൗസസ് പെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ്. പിന്നെ സിൽവർ, ഡാർക്കായിട്ടുള്ള സിൽവർ, ഒരു ബ്ലാക്കിഷ് സിൽവർ വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. സോ ഓർണമെന്റ്സ് നമുക്ക് അതിനനുസരിച്ചൊക്കെ ഇട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു സാരി. പ്രൈസ് വരുന്നത് 9500 rupees.
അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. നമ്മൾ ലാസ്റ്റ് കണ്ട സാരിയുടെ തന്നെ സെയിം വേറൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ ബോഡിയിൽ വന്നിരിക്കുന്ന ഒരു സിൽവർ പാറ്റേൺ തന്നെയാണ്. അതിൽ വീണ്ടും ഹൈലൈറ്റ് ആ ഒരു റോസ് ഗോൾഡ് ജരിയിൽ വരുന്ന പോലെ സെയിം പാറ്റേൺ തന്നെയാണ് ബോഡിയിൽ ഫുള്ള് വേവ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡേഴ്സിലാണെങ്കിലും ആ ഒരു പാറ്റേൺസ് അടുപ്പിച്ച് പോകുന്ന സിൽവർ ജരി ബോർഡറാണ് സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. ലാസ്റ്റ് സാരിയിൽ പറയാൻ വിട്ടുപോയി, ഒരു 3 ഇഞ്ചസോളം വരുന്ന ബോർഡറാണ് കേട്ടോ. ചെറിയ ബോർഡറാണ് രണ്ട് സൈഡിലും വരുന്നത്. ബോഡിയിൽ ഫുള്ള് പാറ്റേൺ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് പല്ലു വരുന്നത് ആ ഒരു സെയിം ബോഡിയിലെ പാറ്റേൺ തന്നെ ഹെവി ആയിട്ട് വരുന്ന പോലെയാണ് പല്ലു വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണിത്. ആൻഡ് സെൽഫ് കളറിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസ്. പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഷെയ്ഡ് ആയത് കാരണം നമുക്ക് ഒരുപാട് കളേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഡാർക്ക് ഗ്രീൻ അങ്ങനെയുള്ള ഷെയ്ഡ്സിലേക്ക് പോകാം. അല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണെങ്കിൽ വൈറ്റ് കളർ ഇട്ടാൽ പോലും ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. പ്രൈസ് വരുന്നത് 9500 ആണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ പ്രൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ലാസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഒരു പീച്ചിഷ് പിങ്ക് ബോഡിയും അതുപോലെ തന്നെ അക്വാ ഗ്രീൻ കളറിലുള്ള പല്ലു ആൻഡ് ബ്ലൗസ് പീസ് വരുന്ന പോലെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. സോ ഈ സാരി ബോർഡർലെസ് ആയിട്ടുള്ള സാരിയാണ്. രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നില്ല. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്കൊരു എലിഫൻറ്റിൻ്റെ പോലത്തെ ഒരു രഥം പോലത്തെ ഒരു പാറ്റേൺ ആണ് ബോഡിയിൽ ഫുള്ള് നമുക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത്. അത് ഗോൾഡൻ ജെറി വീവിംഗ് ആണ്. ഇന്നത്തെ മിക്ക സാരിയിലും നമുക്ക് ഒത്തിരി ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ ചെയ്തിരിക്കുന്ന വീവിംഗ് കാണുന്നില്ല. മോസ്റ്റ്ലി എല്ലാം ഒരു പേസ്റ്റൽസും അതുപോലെ തന്നെ ലൈക്ക് ഒത്തിരി ഹൈലൈറ്റ് ആയിട്ട് കാണാത്തുള്ള കളേഴ്സിലുള്ള വന്നിട്ടുള്ള സാരീസാണ്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു എന്താ പറയുക അക്വാ ഗ്രീൻ ഷെയ്ഡിലാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂവിൻ്റെ ഡുവൽ ഷെയ്ഡാണ്. ബട്ട് അക്വാ ഗ്രീൻ ആണ് നമുക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത്. അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ ജെറിയിലുള്ള ഹെവി ഫ്ലോറൽ പാറ്റേൺ വീവിംഗ് ആണ് ഈ ഒരു സാരിയുടെ പല്ലുവിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് പല്ലുവിൻ്റെ സെയിം ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. സോ നമ്മൾ ചെറിയ വർക്ക് ഒക്കെ ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് കോംബോ വരുന്നത്. സോ സിമ്പിളായിട്ട് വേണമെങ്കിൽ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഹെവി ആക്കണമെങ്കിൽ ബ്ലൗസ് ഹെവി ആക്കി ചെയ്ത് ഇടാൻ പറ്റുന്ന ചോയ്സാണ് ഈ ഒരു സാരി. പ്രൈസ് വരുന്നത് 7500 റുപ്പീസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങൾ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്